നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബോഡ് മാസിനെ കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് കൂടുതൽ ടൈപ്സ് ഓഫ് നമ്പേഴ്സിനെ കുറിച്ച് പഠിക്കാം, ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നില്ലേ ടൈപ്സ് ഓഫ് നമ്പേഴ്സ്? ഏതൊക്കെയാണ് നമ്പറുകളുടെ ടൈപ്പുകൾ? ചില കോമൺ ആയിട്ടുള്ള നമ്പറുകളുടെ ടൈപ്പ് ഞാൻ പറഞ്ഞുതരാം. ആദ്യമേ നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യകൾ, അതായത് എണ്ണാൻ പറ്റുന്ന സംഖ്യകൾ. 1, 2, 3, 4, ഒരെണ്ണം രണ്ടെണ്ണം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതാണ് എണ്ണൽ സംഖ്യകൾ. ചുമ്മാ പേര് പറയുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഇവിടെ 0 എന്ന് പറയുന്ന സാധനം ഇല്ല, ബാക്കിയുള്ള എല്ലാം ഉണ്ട് അങ്ങോട്ട്. വോൾ നമ്പേഴ്സ് എന്ന് പറയാൻ നേരത്ത് 0 കൂടെ ചേർത്ത്. ഇനി 0 നിങ്ങൾക്ക് നാച്ചുറൽ നമ്പറിൽ ഇടണമെങ്കിൽ, എണ്ണൽ സംഖ്യകളിൽ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 0 കൂടെ ഇട്ടിട്ട് അതിനെ വോൾ നമ്പർ എന്ന് വേണേൽ വിളിച്ചോ, നാച്ചുറൽ നമ്പർ എന്ന് വിളിക്കണ്ട. ഓക്കെ, അപ്പോൾ ഇത് വോൾ നമ്പർ 0 കൂടെ ഉണ്ടായിട്ടാണ്, അതാണെങ്കിൽ വോൾ നമ്പർ, പൂർണ്ണസംഖ്യകൾ. അടുത്തത് ഇൻഡിജേഴ്സ്. ഇൻഡിജേഴ്സ് എന്ന് പറയാൻ നേരത്ത് നമ്മുടെ നമ്പർ ലൈനിലുള്ള എല്ലാ നമ്പരും നമ്മൾ കണ്ടില്ലേ, അതൊക്കെ തന്നെ. പക്ഷെ നമ്പർ ലൈനിൽ ആ നമ്പർ മാത്രമല്ല കേട്ടോ ഉള്ളത്, നമ്പർ ലൈനിൽ എല്ലാ നമ്പരും ഉണ്ട്. പക്ഷെ ഞാൻ ആ വരച്ച് വെച്ചത് മൊത്തം ഇൻഡിജറിനെ മാത്രമായിരുന്നു. ഒന്നിൻ്റെ ഇടയിൽ പകുതിയില്ലേ, അതിന് നമ്മൾ പോയിന്റ് എഡ്ജ് എന്ന് പറയും. അതൊക്കെ നമ്മൾ ഡെസിമൽ എന്ന് പറയുന്ന മോഡ്യൂൾ നമ്മൾ പഠിക്കുന്നതായിരിക്കും, ഡെസിമലും ഫ്രാക്ഷൻസിൻ്റെ ഒക്കെ മോഡ്യൂളിൽ. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കിക്കുക, ഇൻഡിജർ എന്ന് പറയാൻ നേരത്ത് നമ്മുടെ നമ്പർ ലൈനിൽ ഞാൻ വരച്ച ആ കോലുകൾ മൊത്തം 0, 1, 2, 3, അതേപോലെ -1, -2 എല്ലാം വരും. പോസിറ്റീവ് ഇൻഡിജർ എന്ന് പറയാൻ നേരത്ത് ഈ 0 അല്ലാതെ 1 തൊട്ടുള്ള മൊത്തത്തിനെയും പറയും. നെഗറ്റീവ് ഇൻഡിജർ എന്ന് പറയാൻ നേരത്ത് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളതിനെ മൊത്തം പറയും. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇൻഡിജറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക Z എന്ന് പറയുന്ന ഒരു ചിഹ്നം വെച്ചായിരിക്കും. ഓക്കെ, അടുത്തത് ഈവൻ നമ്പർ ആൻഡ് ഓഡ് നമ്പർ. ഈവൻ നമ്പർ, ഓഡ് നമ്പർ നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈവൻ നമ്പർ എന്ന് പറയാൻ നേരത്ത് 2, 4, 6, 8, 10, 12, 14, 16, 18 ഇങ്ങനെ ഇരുന്ന് 2 കൂട്ടി ഞങ്ങൾ അങ്ങോട്ട് വെക്കോ. ഇതൊക്കെ ഈവൻ നമ്പരാണ്. എന്ന് പറയുന്നത് ഈവൻ നമ്പർ എന്ന് പറയുമ്പോൾ 2 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ. അതായത് നമുക്ക് അതിനെ എല്ലാത്തിനും ഭാഗിക്കാൻ പറ്റും. 2ൻ്റെ ഭാഗം 2നെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 1. 4നെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 2. 2 വെച്ച് നമുക്ക് ഹരിക്കാൻ പറ്റുന്ന നമ്പറുകളെ മൊത്തം നമ്മൾ ഈവൻ നമ്പർ എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൽ നമ്മൾ 0 എടുക്കാവോ? 0ന് നമ്മൾ ഒരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 0 കിട്ടും. അതൊക്കെ സാധാരണ കാര്യങ്ങളാണ്. 0ന് ഏത് നമ്പർ വെച്ചത്? അതായത് ഇല്ലായ്മയാണ്. ഇല്ലായ്മയുടെ പകുതി എത്രയാണ്? അതും ഇല്ലായ്മയാണ്. ഓക്കെ, അപ്പോൾ 0ന് ഏത് വെച്ച് ഡിവൈഡ് ചെയ്താലും നമുക്ക് കിട്ടാൻ പോകുന്നത് എത്രയാണ്? 0 ആണ്. പക്ഷേ ഏതെങ്കിലും ഒരു നമ്പറിനെ ഞാൻ 0 വെച്ച് ഡിവൈഡ് ചെയ്താലോ, അതായത് 2നെ 0 വെച്ച് ഡിവൈഡ് ചെയ്തു, ഇങ്ങനൊരു സാധനം പാടില്ല. ഇത് മാത്തമാറ്റിക്കലി അൺഡിഫൈൻഡ് ആണ്. മാത്സിൽ ഏതെങ്കിലും ഒരു നമ്പറിനെ 0 വെച്ച് ഡിവൈഡ് ചെയ്യുന്നത് അൺഡിഫൈൻഡ് ആണ്. അതേപോലെ തന്നെ 0നെ ഏതെങ്കിലും നമ്പർ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് 0 കിട്ടും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എക്സ് എന്ന് പറഞ്ഞാൽ ഏത് നമ്പരും ആയിക്കോട്ടെ, 1, 2, 3, 4 ഏത് നമ്പരും ആയിക്കോട്ടെ. ഈവൻ നമ്പറിൽ 0 ചിലപ്പോൾ നമ്മൾ ചേർക്കാറുണ്ട്, ചിലപ്പോൾ നമ്മൾ 0 ചേർക്കാറുമില്ല. 0 ചേർത്ത് ഈവൻ നമ്പർ, 0 ചേർക്കാതെ ഈവൻ നമ്പർ, എങ്ങനെ വേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പോൾ അതാണ് ഈവൻ നമ്പർ. ഇപ്പോൾ ഓഡ് നമ്പരോ? ഈവൻ നമ്പർ അല്ലാത്ത എല്ലാ ഓഡ് നമ്പറാണ്. 1, 3, 5, 7, 9, 11, 13 അങ്ങനെ പോകുന്നു. ഓക്കെ, എന്ന് പറയുന്നത് ഇതൊന്നും 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. 3 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ എത്ര കിട്ടും? 1.5 കിട്ടും, 1.5 കിട്ടും. 3ൻ്റെ പകുതി എത്ര? 1.5. 1.5 എന്ന് പറയുമ്പോൾ ഒരു വോൾ നമ്പർ അല്ലല്ലോ. വോൾ നമ്പർ കിട്ടണം നമ്മൾ ഡിവൈഡ് ചെയ്യാൻ നേരത്ത്. വോൾ നമ്പർ എന്താ? വോൾ നമ്പർ നമ്മൾ ഇത്രയും പഠിച്ചു, ഇതാണ് വോൾ നമ്പർ. ഓക്കെ, അപ്പോൾ ഓഡ് നമ്പരും ഈവൻ നമ്പരും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് ജനറലായിട്ട് എന്ത് പറയാൻ പറ്റും? ജനറലായിട്ട് നമുക്ക് പറയാൻ പറ്റും, ഒരു ഈവൻ നമ്പർ എന്ന് പറയുന്നത് 2ൻ്റെ ഗുണിതമായിരിക്കും, 2ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അതപ്പോൾ ഏത് നമ്പർ? ഇത് ഏതെങ്കിലും ഒന്നാവും. ഇത് 1 ആവാം. 0 എടുക്കുകയാണെങ്കിൽ 0, 2 × 0 0. ഇപ്പോൾ നമ്മൾ ഈവൻ നമ്പറിൽ 0 കൂടെ ചേർക്കുകയാണെങ്കിൽ നമുക്ക് പറയാം 0 ആവാം ആ നമ്പർ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? 1 ആവാം ആ നമ്പർ. 1 ആവാം. 2 × 1 2 വരും. 2 × 2 ആണെങ്കിൽ 4 വരും. 2 × 3 ആണെങ്കിൽ നമുക്ക് 6 വരും. 2 × 4 ആണെങ്കിൽ നമുക്ക് 8 വരും. അപ്പോൾ അത് പറയുന്നത് നമുക്ക് ഏത് നമ്പർ വേണമെങ്കിലും എടുക്കാം, ഏതൊരു വോൾ നമ്പർ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ അതിന് ഞാനൊരു എക്സ് എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കുകയാണ്. ആ വോൾ നമ്പർ ഏതാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ എക്സ് എന്നൊരു പേര് കൊടുക്കുകയാണ്. അപ്പോൾ എക്സിനോട് ഞാൻ 2 വെച്ച് ഗുണിച്ചാൽ എനിക്ക് കിട്ടുന്നത് ഈവനാണ്. എക്സ് ഏതെങ്കിലും നമ്പർ ആയിക്കോട്ടെ, ഏത് വോൾ നമ്പർ ആണെങ്കിലും അത് 2 വെച്ച് ഗുണിച്ചാൽ എനിക്ക് ഈവൻ കിട്ടും. അതേപോലെ തന്നെ ഓഡ് നമ്പർ എന്ന് പറയാൻ നേരത്തെ എന്താ? ഓഡ് നമ്പർ നമുക്ക് 2 × സെയിം എക്സ്. ഇതിപ്പോൾ ആക്കിയപ്പോൾ എന്ത് കിട്ടി? ഇതിപ്പോൾ ആക്കിയപ്പോൾ നമുക്കൊരു ഈവൻ നമ്പർ കിട്ടി.
ഒരു ഈവൻ നമ്പറിനോട് ഒരു വാല്യൂ കുറച്ചാൽ ഒരു വാല്യൂ നമ്മൾ കൂട്ടിയാൽ നമുക്ക് ഓഡ് നമ്പർ കിട്ടും. ഒരു വാല്യൂ കൂട്ടിയാൽ നമുക്ക് ഓഡ് നമ്പർ കിട്ടും. അതായത് 2 ഇൻറ്റു എക്സ്, എക്സിൻ്റെ വാല്യൂ ഞാൻ 0 കൊടുത്തതെന്ന് വിചാരിക്കുക. എക്സിൻ്റെ വാല്യൂ ഞാൻ 0 കൊടുത്തതെന്ന് വിചാരിക്കുക. 2 ഇൻറ്റു 0 എത്രയാണ്? 0. 0ൽ നിന്ന് 1 കൂട്ടിയപ്പോൾ 1, അതായത് 1 ഒരു ഓഡ് നമ്പറാണ്. എക്സിൻ്റെ വാല്യൂ ഞാൻ 0 മാറ്റിയിട്ട് ഞാൻ 1 എന്ന് കൊടുത്തു. 1 കൊടുത്തിരുന്നെങ്കിലോ 2 ഇൻറ്റു 1 എത്രയാണ്? 2, 2 1 3. ഇപ്പോൾ അടുത്ത നമ്പർ 3 കിട്ടി. 2 കൊടുക്കുകയാണെങ്കിൽ 2 ഇൻറ്റു 2 4 പ്ലസ് 1 5 കിട്ടി. അങ്ങനെ എല്ലാ നമ്പരും എനിക്കിങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് കാര്യം. ഓഡ് നമ്പർ എനിക്ക് ഇങ്ങനെയും പറയാം, ഈവൻ നമ്പർ എനിക്ക് ഇങ്ങനെയും പറയാം. ചുമ്മാ ഞാൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ഒരു റെപ്രസെൻറ്റേഷൻ പോലെ. അതായത് ഇനി നമ്മൾ ആൾജബ്രയുടെ ക്ലാസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എക്സ് വെച്ച് എങ്ങനെയാണ് നമ്മളിങ്ങനെ ഓരോന്നിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന്. നിങ്ങൾ ചിലപ്പോൾ അതൊക്കെ കണ്ട് പേടിക്കുന്ന ആളുകളാണെങ്കിൽ അതിനൊന്നും പേടി വേണ്ടാന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര ഒരു സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചത്. നമുക്കറിയാൻ പാടില്ലാത്തതിന് ഒരു പേരിട്ട് വിളിക്കുന്നു, ഒരു ഓമന പേര്, അതാണ് എക്സ്. ഇത്ര ഉണ്ട്. അടുത്തത് ഞാനൊരു ലോ പറയാം, ഓഡ് നമ്പറിൻ്റെ ഈവൻ നമ്പറിൻ്റെ. ഒരു ഓഡ് നമ്പറിനെ ഞാൻ എടുത്തു, അതിൻ്റെ വേറൊരു ഓഡ് നമ്പരുമായിട്ട് ഞാൻ കൂട്ടി. അപ്പോൾ എനിക്ക് ഏത് നമ്പറായിരിക്കും കിട്ടുക? ഒന്ന് നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കാം. ഞാൻ ഒരു ഓഡ് നമ്പറായിട്ട് 1 എടുത്തത്, അടുത്ത ഓഡ് നമ്പറായിട്ട് 3 എടുത്തത്. 1ഉം 3ഉം കൂടെ ചേർത്തപ്പോൾ എനിക്ക് എത്ര കിട്ടി? 4 കിട്ടി. വേറൊരെണ്ണം എടുത്ത് നോക്കാം. 5 എടുത്ത് ഞാൻ 7 എടുത്തു. 5 7 തമ്മിൽ ഞാൻ കൂട്ടി നോക്കിയപ്പോൾ എനിക്ക് എത്ര കിട്ടിയത്? 5 7 എത്രയാണ്? 12 കിട്ടി. വേറെ ഏതെങ്കിലും എടുക്കാം. ഞാൻ 1ഉം 15 എടുത്തു. 1ഉം 15 എടുത്തു. അപ്പോൾ എത്ര കിട്ടി? 16 കിട്ടി. അതായത് നമ്മൾ ഏത് 2 ഓഡ് നമ്പറിനെ കൂട്ടുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഈ നമ്പർ എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആയിരിക്കും. അതൊരു കാര്യമാണ്, ഓർത്ത് വെച്ചോളൂ. 2 ഓഡ് നമ്പർ ഓർത്ത് വയ്ക്കാനൊന്നുമില്ല, സാധാ ലോജിക്കാണ്. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നമ്പർ ഒരു ഈവൻ നമ്പർ ആയിരിക്കും, അല്ലേ? അടുത്തതെന്ന് പറയാൻ നേരത്ത് ഒരു ഓഡ് നമ്പരും ഒരു ഈവൻ നമ്പരും തമ്മിൽ ഞാൻ കൂട്ടുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? ഒരു ഓഡ് നമ്പർ ഈവൻ നമ്പർ നമുക്ക് നോക്കാം. 1നോട് ഞാൻ 2 കൂട്ടി, ഒരു ഓടും ഒരു ഈവനും. 2 കൂട്ടാൻ നേരത്ത് എനിക്ക് എത്ര കിട്ടുക? ഇത് 2 കൂട്ടാൻ നേരത്ത് എനിക്ക് കിട്ടാൻ പോവുക 3 അല്ലേ? അതേപോലെ തന്നെ ഒരു ഓട് 3നോട് ഞാനൊരു 8 കൂട്ടി, ഒരു ഓടും ഒരു ഈവൻ. ഇപ്പം എത്രയായി? 11 കിട്ടി. അതായത് ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഓടും ഒരു ഈവനും എടുത്ത് കൂട്ടുകയാണെങ്കിൽ നമുക്ക് എന്തായാലും കിട്ടാൻ പോകുന്നത് ഒരു ഓഡ് നമ്പർ ആയിരിക്കും. ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ സിംപ്ലിസിറ്റി മനസ്സിലാവും. ഭയങ്കര എളുപ്പമായിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അടുത്തത് ഒരു ഈവൻ നമ്പരും അടുത്ത വേറൊരു ഈവൻ നമ്പരും തമ്മിൽ ഞാൻ കൂട്ടിയാൽ എനിക്ക് എന്ത് കിട്ടും? 2നോട് ഞാൻ 4 കൂട്ടി, 2ഉം 4ഉം കൂടെ കൂട്ടിയപ്പോൾ എനിക്ക് 6 കിട്ടി. 8നോട് ഞാൻ 16 കൂട്ടി, 8നോട് 16 കൂട്ടിയപ്പോൾ എനിക്ക് എത്ര കിട്ടി? എനിക്ക് 24 കിട്ടി. അപ്പോൾ ഇതൊക്കെ എന്ത് മനസ്സിലാക്കാം? ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം 2 ഈവൻ കൂട്ടിയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈവൻ നമ്പർ തന്നെയായിരിക്കും, ഒരു ഈവൻ നമ്പർ തന്നെയായിരിക്കും. പിന്നെ ഒരു ഈവൻ നമ്പരും ഒരു ഓഡ് നമ്പരും തമ്മിൽ കൂട്ടുക എന്ന് പറയുന്നത് ഇതൊന്നും സെയിം അല്ലേ സാധനം? ഇതൊന്നും സെയിം സാധനം. ഒരു ഓഡ് നമ്പറിന് ഈവൻ നമ്പർ കൂട്ടി, ഈവൻ നമ്പറിന് ഓഡ് നമ്പർ കൂട്ടി, വ്യത്യാസമൊന്നുമില്ല. ഇതേപോലെ കുറയ്ക്കുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഗുണിക്കുമ്പോൾ 2 ഓഡ് തമ്മിൽ നമ്മൾ ഗുണിക്കുകയെന്ന് വിചാരിച്ചാൽ 3 ഇൻറ്റു 1 3 അല്ലേ? 5 ഇൻറ്റു 7 35. അതായത് നമ്മൾ 2 ഓഡ് നമ്പർ തമ്മിൽ ഗുണിക്കുകയാണെങ്കിൽ ഒരു ഓഡ് നമ്പർ തന്നെയായിരിക്കും. 2 ഓഡ് നമ്പർ തമ്മിൽ ഗുണിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും കിട്ടാൻ പോകുന്നത് ഒരു ഓഡ് നമ്പർ തന്നെയായിരിക്കും. ഒരു ഓഡ് നമ്പരും ഒരു ഈവൻ നമ്പരും തമ്മിൽ നമ്മൾ ഗുണിക്കാൻ നേരത്ത് നമുക്ക് കിട്ടാൻ പോകുന്നത് ഈവൻ നമ്പറായിരിക്കും. 2 ഈവൻ നമ്പറുകൾ തമ്മിൽ നമ്മൾ ഗുണിക്കാൻ നേരത്ത് നമുക്ക് കിട്ടാൻ പോകുന്നത് അതും ഒരു ഈവൻ നമ്പർ തന്നെയായിരിക്കും. ഇതിനുള്ള കാരണങ്ങളൊക്കെ ഇതേപോലെ നമുക്ക് ഡിവിഷനും സബ്ട്രാക്ഷനും എല്ലാം നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നുള്ളൂ. നിങ്ങളൊന്ന് എക്സാമ്പിൾ വെച്ച് ചിന്തിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ ജനറലായിട്ട് ചിന്തിച്ചാൽ നമുക്ക് തന്നെ കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അടുത്തതാണ് പ്രൈം നമ്പരും കോമ്പോസിറ്റ് നമ്പറുകളും. പ്രൈം നമ്പറിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഫാക്ടറുകൾ എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാക്ടേഴ്സ് ഓഫ് എ നമ്പർ. ഞാൻ ഒരു നമ്പറായിട്ട് എടുക്കുന്നത് 20 എടുക്കുന്നു. 20 എനിക്ക് എങ്ങനെയൊക്കെ ഉണ്ടാക്കാം? 20 എനിക്ക് മൾട്ടിപ്ലൈ ചെയ്താണ് ഉണ്ടാക്കേണ്ടത് എന്ന് പറയാൻ നേരത്തെ ഞാൻ ഉദാഹരണം കാണിച്ചു, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 20 എനിക്ക് എങ്ങനെയൊക്കെ ഉണ്ടാക്കാം? 1നെ 20 വെച്ച് ഗുണിച്ചാൽ എനിക്ക് 20 കിട്ടും. 2ന് എത്ര വെച്ച് ഗുണിച്ചാൽ എനിക്ക് 20 കിട്ടും? 10 വെച്ച് ഗുണിച്ചാൽ എനിക്ക് 20 കിട്ടും. 3ന് എന്തെങ്കിലും വെച്ച് ഗുണിച്ചാൽ എനിക്ക് 20 കിട്ടും? ഇല്ല. 3 ഇൻറ്റു 6 18
7 ഇൻറ്റു 3 21. അപ്പോൾ നമുക്ക് 20 കിട്ടത്തില്ല 3 വെച്ച്. 4 വെച്ചോ, 4 കിട്ടും. 4 ഇൻറ്റു 5 ആയി 4 20. ഇനി വേറെ ഏതെങ്കിലും നമ്പർ വെച്ച് 6, 7 ഒന്നും വെച്ച് ഇനി പറ്റത്തില്ല. അപ്പോൾ ഇത്രയും നമ്പർ വെച്ചാണ് നമുക്ക് 20 ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ 20ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഇത്രയും നമ്പറുകളാണ് 20ൻ്റെ ഫാക്ടേഴ്സ്. ഇതൊക്കെ വെച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് 20 ഉണ്ടാക്കാം. അതേപോലെ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫാക്ടേഴ്സ് ഓഫ് 12. ഇത് 1 വരാം. 1 ഇൻറ്റു എന്ത് വെക്കാൻ നേരത്ത് നമുക്ക് 12 കിട്ടണം. 1 ഇൻറ്റു 12 ചെയ്യാൻ നേരത്ത് നമുക്ക് 12 കിട്ടും അല്ലേ. 2 വരാം. 2 ഇൻറ്റു 6 ചെയ്യാൻ നേരത്ത് നമുക്ക് 12 കിട്ടും അല്ലേ. പിന്നെ ഏതാ? 3 വരാം. 3 ഇൻറ്റു 4 ചെയ്യാൻ നേരത്ത് നമുക്ക് 12 കിട്ടും. വേറെ എന്തെങ്കിലും കിട്ടുമോ? 4, 5 വേറെ ഒന്നും കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്പറുകളാണ് എന്ത് നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് 12 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ആദ്യം 1 വെച്ച് നിങ്ങൾ നോക്കുക, അടുത്തത് 2 വെച്ച് നോക്കുക, 3 വെച്ച് നോക്കുക, 4 വെച്ച് നോക്കുക. അങ്ങനെ നിങ്ങൾ കുറച്ച് നമ്പർ വെച്ച് നോക്കുക. അങ്ങനെ നോക്കാൻ നേരത്ത് നമുക്ക് ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് എന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി ഞാൻ ഫാക്ടേഴ്സ് പറയാൻ കാരണം എന്താ? ഫാക്ടേഴ്സിൽ നിന്നാണ് നമുക്ക് പ്രൈം നമ്പറിലോട്ട് എത്തേണ്ടത്. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള നമ്പറാണ്. എങ്ങനെയുള്ളത്? പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഫാക്ടേഴ്സ് ആയിട്ട് 2 നമ്പരേ കാണത്തുള്ളൂ. 2 എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. കാരണം 1 ആ നമ്പരും. കാരണം എല്ലാ നമ്പറിനും 1 ഒരു ഫാക്ടറാണ്, പിന്നെ ആ നമ്പർ ഒരു ഫാക്ടറാണ്. അതായത് ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ 7 അല്ലേ. 7ൻ്റെ ഫാക്ടേഴ്സ് എന്താണ്? 7ൻ്റെ ഫാക്ടേഴ്സ് ഓഫ് 7 എത്രയാണ്? ഫാക്ടേഴ്സ് ഓഫ് 7 എന്ന് പറയുന്നത് 1 ഉണ്ട്, പിന്നെ 7 ഉണ്ട്. അല്ലാതെ വേറെ ഒരു നമ്പരും ഇല്ല. 1 ഇൻറ്റു 7 7 അത്രേ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ ഫാക്ടേഴ്സ് ഓഫ് 5 എത്രയാണ്? 1, 5. ഇതല്ലാതെ വേറെ ഒരു നമ്പരും ഇല്ല. ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഘടകങ്ങൾ. അപ്പം ഇങ്ങനത്തെ നമ്പറുകളെയാണ് നമ്മൾ പറയുന്നത് പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് എന്ന് പറയാൻ നേരത്ത് അതിന് ഫാക്ടേഴ്സ് ആയിട്ടുള്ളത് ആ നമ്പരും 1ഉം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ആദ്യം ഒരു സീക്വൻസിൽ പറഞ്ഞത് ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്? 1ന് എങ്ങനെയാണ്? 1ന് ഫാക്ടറായിട്ട് 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 വേണം നമുക്ക് പറയാം. 1 അപ്പോൾ നമുക്ക് പ്രൈമായിട്ട് പറയാം. പക്ഷേ 1ന് നമ്മൾ അങ്ങനെ പ്രൈമായിട്ട് എടുക്കാറില്ല. അടുത്ത ഏതാ? 2 പ്രൈമാണോ? അതെ, 2ന് ഏതാ ഉള്ളത്? 2ന് 1ഉം 2ഉം അല്ലേ ഉള്ളൂ. വേറെ എന്താ ഉള്ളത്? വേറെ ഒന്നുമില്ല. 2ന് നമുക്ക് പ്രൈമായിട്ട് പറയാം. പിന്നെ 3നെ പറയാം. 4നെ പറയാൻ പറ്റുമോ? ഇല്ല, 4ന് 2 ഉണ്ട്. 5നെ പറയാമോ? 5നെ പറയാം. 6നെ പറയാമോ? 6നെ പറയാൻ പറ്റില്ല. 6ന് 3ഉം 6ഉം ഉണ്ട്. അപ്പോൾ 7. പിന്നെ ഏതാ? പിന്നെ 9 പറ്റുമോ? 9 പറ്റില്ല. 9 എന്ന് പറയുന്ന നേരത്ത് 3 ഇൻറ്റു 3 9ആണ്. 1 9 മാത്രമേ പാടുള്ളൂ. പക്ഷേ 1 9 മാത്രമല്ലല്ലോ. 3 3 9 അല്ലേ. അപ്പോൾ 7, പിന്നെ 11, പിന്നെ 13, പിന്നെ 15 പറ്റൂ? ഇല്ല. 16, 17. പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ ഫാക്ടേഴ്സ് ആയിട്ട് അതിൻ്റെ ഘടകങ്ങളായിട്ട് 1ഉം ആ നമ്പരും മാത്രമേ പാടുള്ളൂ. അങ്ങനെയുള്ള നമ്പറിനെയാണ് നമ്മൾ പ്രൈം എന്ന് പറയുക. ഓക്കെ, അപ്പോൾ പ്രൈമിൻ്റെ കാര്യവും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി പ്രൈം മനസ്സിലായ സ്ഥിതിക്ക് പ്രൈം അല്ലാത്ത നമ്പറുകളെ നമ്മൾ പറയുന്ന പേരാണ് കോമ്പോസിറ്റ് നമ്പറുകളെന്ന്. മനസ്സിലായില്ലേ? പ്രൈം അല്ലാത്ത നമ്പറിനെയൊക്കെ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയും. ഇപ്പോൾ 1 2 3 5 അല്ലാത്ത 4 അല്ലേ 6 അല്ലേ, ഇതൊക്കെ കോമ്പോസിറ്റ് നമ്പറാണ്, ഒന്നും പ്രൈം അല്ല. റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാൻ നേരത്ത് ഡിവിഷൻ പോലെയുള്ള നമ്പറുകൾ, അതായത് 1/2 എന്ന് പറയുമ്പോൾ അര, 1/4 ഇതെന്ന് പറയുമ്പോൾ 1/4. അതായത് ഇതേപോലെയുള്ള ഫ്രാക്ഷണൽ ആയിട്ടുള്ള നമ്പറുകൾ, ഡെസിമൽ ഫ്രാക്ഷൻ ആയിട്ടുള്ള നമ്പറുകൾ, നമുക്ക് ഇൻഡിജർ ആയിട്ട് എഴുതാൻ പറ്റാത്ത നമ്പറുകൾ, അതിനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയാൻ നേരത്ത് നമുക്ക് √3, √5, √8 ഇങ്ങനെയൊക്കെ പറയുന്നതാണ്. ഇതൊന്നും കണ്ട് നിങ്ങളിപ്പോൾ പേടിക്കേണ്ട. ഇതിനെയൊക്കെ കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്, പിന്നീട് എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നതാണ്. പിന്നെ കോംപ്ലക്സ് നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്നതാണ്. ഇതൊക്കെ ഓരോ ടൈപ്പുള്ള നമ്പറുകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇപ്പോൾ. അപ്പോൾ ഇത്രയുമാണ് കാര്യങ്ങൾ. പിന്നെ പ്രൈമിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും പ്രൈമിൻ്റെ കാര്യത്തിൽ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഞാൻ 20 എന്നൊരു നമ്പർ പറഞ്ഞപ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു. ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു അതെ 1 2 4 5 10 20 ഒക്കെയാണെന്ന്. അപ്പോൾ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കും. അതായത് ഇതിൻ്റെ അകത്ത് പ്രൈം നമ്പർ ആയിട്ടുള്ള ഏതൊക്കെയാണെന്ന്. അതേതാ? 1ഉം 2ഉം മാത്രമല്ലേ ഉള്ളൂ, ബാക്കിയുള്ള ഒന്നും പ്രൈം അല്ലല്ലോ. അപ്പോൾ ഇതാണ് പ്രൈം ഫാക്ടേഴ്സ്. അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ പ്രൈം നമ്പേഴ്സിനെ മാത്രം നമ്മൾ കണ്ടുപിടിക്കണം ഫാക്ടേഴ്സ് ആയിട്ടുള്ള. പക്ഷെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ തരികയാണ്. ഞാൻ പറയുന്നു 24ലെ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാ ഫാക്ടേഴ്സും കണ്ടുപിടിച്ചിട്ട് അതിൽ പ്രൈം മാത്രം പെറുക്കിയെടുത്ത് പറയുന്നതിന് പകരം വേറൊരു എളുപ്പ വഴിയുണ്ട്. അതാണ് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. അത് ഞാൻ കാണിച്ചു തരാം. പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്, അതായത് 24നെ ഞാൻ ഇങ്ങനെ എഴുതി. ഈ 24നെ ഞാൻ ഇങ്ങനെ ഒരു ചിഹ്നം ഇട്ടു. എന്നിട്ട് ഇവനെ 2 വെച്ച് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ നോക്കുകയാണ്. ഇതിന് ഏത് നമ്പർ വെച്ച് എനിക്ക് ആദ്യമേ ഡിവൈഡ് ചെയ്യാം? ഞാൻ 2 വെച്ച് ഡിവൈഡ് ചെയ്തു. 2 വെച്ച് പറ്റുമോ? പറ്റും. 2 വെച്ച് പറ്റാൻ നേരത്തെ എനിക്ക് എത്ര കിട്ടി? 12 കിട്ടി. 24ൻ്റെ പകുതി 12.
ഇനി ഈ 12നെ എത്ര വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 2 വെച്ച് പറ്റുമോ? ആദ്യമേ നമ്മൾ നോക്കേണ്ടത് 2 വെച്ച് പറ്റുമോ എന്നാണ്. 2 വെച്ച് പറ്റും. അതെ, എത്ര? 6. 6 × 2 12 അല്ലേ? ഇപ്പോൾ ഈ 6നെ ഇനി നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 6നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 വെച്ച് പറ്റും. 3. 3 × 2 6 അല്ലേ? ഇനി 3നെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 3നെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ നമ്മൾ 3നെ നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. 2 വെച്ച് പറ്റില്ലെങ്കിൽ നമ്മൾ അടുത്ത നമ്പർ നോക്കും. അടുത്ത നമ്പർ ഏതാ? 3. 3 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും 3 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 3ന് 3 എത്രയാ? 1. 1 3 3 അല്ലേ? അപ്പം അങ്ങനെയായപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ ഈ രീതിയിൽ നിന്ന് നമുക്ക് പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഇവിടെ ഈ സൈഡിൽ എഴുതിയേക്കുന്നത് മൊത്തം കണ്ടില്ലേ? ഇത് മൊത്തം പ്രൈം നമ്പേഴ്സ് അല്ലേ? ഇതൊക്കെ ഈ നമ്പറിൻ്റെ ഫാക്ടേഴ്സും ആണ്. അപ്പോൾ പ്രൈം ഫാക്ടേഴ്സ് ഏതാ? 24ൻ്റെ പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 2 ഉണ്ട്. 2 3 പ്രാവശ്യം വന്നു. അപ്പോൾ 2 3 1 ഇത്രയും നമ്പറുകളാണ്. ഏതൊക്കെയാണ് പ്രൈം ഫാക്ടർ എന്ന് കണ്ടുപിടിക്കാനും ഉള്ള എളുപ്പ വഴിയും നിങ്ങൾ പഠിച്ചു. ഇനി കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.